1900കളിൽ അമേരിക്കയിലെ ഡെട്രോയിറ്റിൽ ഹെൻറി ഫോർഡ് എന്ന യുവാവ് ഒരു വലിയ സ്വപ്നം കണ്ടു. ആ സമയത്ത് കാറുകൾ വലിയ വിലയുള്ളതും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സ്വന്തമാക്കാനാകുമായിരുന്നെങ്കിലും എല്ലാവർക്കും ഒരു കാർ ലഭ്യമാകണം എന്നത് ആയിരുന്നു ഫോർഡിന്റെ ആഗ്രഹം. 1903ൽ ഫോർഡ് മോട്ടോർ കമ്പനി സ്ഥാപിതമായി. 1908ൽ ഫോർഡ് പുറത്തിറക്കിയ മോഡൽ ടി കാർ വിപണി കീഴടക്കി. വില കുറഞ്ഞതും കർശനമായ മികച്ച രൂപകൽപ്പന ചെയ്തുമായ ഈ മോഡൽ വളരെ ജനപ്രിയമായി. 1927ഓടെ 1.5 കോടി മോഡലുകൾ വിറ്റഴിക്കപ്പെട്ടു. 1913ൽ അസംബ്ലി ലൈൻ സിസ്റ്റം എന്ന പുതിയ മാർഗം ഫോർഡ് അവതരിപ്പിച്ചു. ഇത് കാറുകളുടെ നിർമ്മാണ സമയം, വില എന്നിവ കുറയുകയും ചെയ്തു. ഇതോടെ സാധാരണക്കാരും കാറുകൾ സ്വന്തമാക്കാൻ തുടങ്ങി. 1930കളിലെ മഹാമന്ത്യകാലത്ത് കമ്പനിക്ക് സാമ്പത്തികമായി വലിയ കഷ്ടപ്പാട് നേരിട്ടു. രണ്ടാം ലോകമഹായുദ്ധം സമയത്ത് ഫോർഡ് സൈന്യത്തിനായി വിമാനം, ടാങ്ക്, ജീപ്പുകൾ തുടങ്ങിയവ നിർമ്മിച്ചു. ഈ വഴിത്തിരിവ് കമ്പനിയെ ഉയർച്ചയിലേക്ക് നയിച്ചു. 1960 മുതൽ 1970കളിൽ മസ്റ്റാങ് എന്ന പ്രശസ്ത കാറിന് ഫോർഡ് ജന്മം കൊടുത്തു. ഇത് വലിയ വിജയമായി മാറുകയും ചെയ്തു. 21 നൂറ്റാണ്ടിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനായി ഫോർഡ് തിരിഞ്ഞു. ഫോർഡ് മച്ചി, ഫോർഡ് F50, ലൈറ്റ്നിംഗ് പോലുള്ള കാറുകൾ പുതിയ തലമുറയിലേക്ക് മാറ്റം വരുത്തി. ഹെൻറി ഫോർഡ് എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ലോകത്തെ കാർ വ്യവസായം മാറ്റിമറിച്ചു. 1990കളിൽ ഇന്ത്യ ആഭ്യന്തര വിപണിയെ വിദേശ വാഹന നിർമ്മാണ കമ്പനികൾക്കായി തുറന്നുകൊടുക്കുകയും ഈ അവസരം ഉപയോഗിച്ച് 1995ൽ ഫോർഡ് മോട്ടോർ കമ്പനി ഇന്ത്യയിൽ പ്രവേശിച്ചു. മഹാരാഷ്ട്രയിലെ ചെങ്കോട്ട ഫാക്ടറിയിലൂടെയാണ് ഫോർഡിന്റെ ആദ്യ നിർമ്മാണം. ഫോർഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ചേർന്ന് ഇന്ത്യയിൽ കാറുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഫോർഡിന്റെ ആദ്യ ഇന്ത്യൻ മോഡൽ ഫോർഡ് എസ്കോർട്ട് ആണ്. 1998ൽ ഫോർഡ് ഇന്ത്യയിൽ സ്വന്തം നിർമ്മാണ ഫാക്ടറി തുടങ്ങുകയും 2001ഓടെ ഫോർഡ് അക്കോൺ ഇന്ത്യയിൽ ജനപ്രിയമായി മാറുകയും ചെയ്തു. ഈ സമയത്താണ് ഫിയറ്റും ഹ്യുണ്ടായും ടൊയോട്ടയും ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നുവന്നത്. 2010 ആകുമ്പോഴേക്കും ഫോർഡ് ഇന്ത്യയിൽ മികച്ച കാറുകൾ അവതരിപ്പിച്ചു. ഫോർഡ് ഫിയസ്റ്റ്, ഫോർഡ് എൻഡീവർ, ഫോർഡ് ഫിഗോ എന്ന് തുടങ്ങുന്ന മോഡലുകളാണ് അത്. 2013ൽ ഫോർഡ് ഇക്കോസ്പോർട്ട് പുറത്തിറങ്ങി. ഇന്ത്യൻ ഉപഭോക്താക്കൾ ഏറെ ഇഷ്ടപ്പെട്ട കാറുകളിൽ ഒന്നാവുകയും കമ്പനിയുടെ ഏറ്റവും മികച്ച ഹിറ്റ് മോഡലുകളിൽ ഒന്നായി മാറാനും കഴിഞ്ഞു. 2016 ശേഷം ഫോർഡിന്റെ വിൽപ്പന ഇടിയാൻ തുടങ്ങി. ഇന്ത്യയിൽ നികുതി ചെലവ് കാരണം മോഡലുകൾക്ക് വില കൂടിയതുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കാത്ത മോഡലുകൾ, വിപണിയിൽ കനത്ത മത്സരം എന്നിവ കാരണം 2020ഓടെ ഫോർഡ് ഇന്ത്യൻ വിപണിയിൽ 2% വിഹിതം മാത്രമേ കൈവശം വെച്ചിരുന്നുള്ളൂ. പ്രധാന പ്രശ്നങ്ങൾ: ചെറുകാറുകളുടെ കുറവ്. ഇന്ത്യയിൽ ചെറുകാറുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. അതുപോലെ ഉയർന്ന വില. ഫോർഡിന്റെ കാർ മോഡലുകൾ മാരുതി, ഹ്യുണ്ടായി കാറുകളേക്കാൾ ചെലവേറിയതായിരുന്നു. മറ്റൊന്ന് സേവന കേന്ദ്രങ്ങൾ കുറവ്. ഹ്യുണ്ടായി, മാരുതി പോലെയുള്ള ബ്രാൻഡുകൾക്കു കിട്ടിയ സേവന പിന്തുണ ലഭിച്ചില്ല. 2021ൽ ഫോർഡ് ഇന്ത്യയിൽ നിന്ന് നിർമ്മാണം നിർത്തലാക്കാൻ തീരുമാനിച്ചു. ഗുജറാത്ത്, തമിഴ്നാട് ഫാക്ടറികൾ അടച്ചു. 2021 സെപ്റ്റംബർ 9 ഫോർഡ് ഔദ്യോഗികമായി ഇന്ത്യയിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനം ഇന്നും കുറച്ച് മോഡലുകൾ ഇറക്കുമതി ചെയ്യുന്നു. മുസ്താങ്, എവറസ്റ്റ് തുടങ്ങിയ മോഡലുകൾ ഇതിനുദാഹരണങ്ങളാണ്. ഇലക്ട്രിക് കാറുകൾ വിപണിയിൽ തിരിച്ചുവരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറെ ആരാധകരുള്ള ഫോർഡ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചുവരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 അവസാനത്തോടെ ഇന്ത്യയിലേക്ക് റീലോഞ്ച് ചെയ്യുന്ന ഫോർഡിന്റെ ആദ്യ വാഹനം ഇറങ്ങുമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഏതായാലും നമ്മൾക്ക് കാത്തിരിക്കാം. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.